12-ാം സ്ഥലം. ഈശോ മിശിഹ കുരിശിൽ മരിക്കുന്നു. എല്ലാം പൂർത്തിയായി. സ്നേഹനാഥ, അങ്ങയുടെ അവസാന ശ്വാസവും ഈ ലോകത്തിനു വേണ്ടിയായിരുന്നു. ജീവൻ്റെ ഉറവിടമായ അവിടുന്ന് നമുക്ക് വേണ്ടി ജീവൻ വെടിഞ്ഞു. ആ കാൽവരിയുടെ നിശബ്ദതയിൽ ലോകത്തിൻ്റെ പാപങ്ങൾ കഴുകിക്കളയപ്പെട്ടു. ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി ദാഹിച്ചപ്പോഴും അവിടുന്ന് ദാഹിച്ചത് ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയായിരുന്നു. സ്വന്തം ജീവൻ നൽകിക്കൊണ്ട് അവിടുന്ന് മരണത്തെ തോൽപ്പിച്ചു. നാം ഓരോ തവണയും തെറ്റ് ചെയ്യുമ്പോഴും അവിടുത്തെ ആ വേദന വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടുന്നു. ആ കുരിശുമരണത്തിന് മുന്നിൽ നിൽക്കുമ്പോൾ നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം, ഈ വലിയ സ്നേഹത്തിന് പകരമായി ഞാൻ എന്തു നൽകും? അവിടുത്തെ മരണം നമുക്ക് പുതിയൊരു ജീവിതം നൽകി. ഇനി നമുക്ക് സ്വാർത്ഥതയില്ലാത്ത സ്നേഹമുള്ള ഒരു ജീവിതം നയിക്കാം. എൻ്റെ ഈശോയെ, അങ്ങ് എനിക്ക് വേണ്ടി മരിച്ചു. ആ വലിയ സ്നേഹത്തിന് മുൻപിൽ ഞാൻ ശിരസ് നമിക്കുന്നു. എൻ്റെ പാപങ്ങളെ ഓർത്ത് ഞാൻ മനസ്തപിക്കുന്നു. എൻ്റെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും അങ്ങയുടെ കുരിശിലെ ബലിയിൽ എനിക്ക് പ്രകാശമാകട്ടെ. മരണസമയത്ത് അങ്ങയുടെ മടിത്തട്ടിലാണ് ഞാൻ എന്നെ യോഗ്യനാക്കണമേ. ഈശോനാഥൻ വിശുദ്ധ കുർബാനയായി എന്നും മുറിയപ്പെടുന്നുണ്ട്, രക്തം ചിന്തുന്നുണ്ട്. വിശുദ്ധ കുർബാനയിൽ വൈദികൻ അപ്പവും വീഞ്ഞവും എടുത്തുയർത്തുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ടത് അവിടുന്ന് നിരപരാധിയായിരിക്കെ സഹിച്ച ഓരോ പീഡാസഹനങ്ങളാണ്. അവിടെ നമ്മോട് മറ്റുള്ളവർ ചെയ്തതും നമ്മൾ ചെയ്തതുമായ തെറ്റുകൾ കൂടി ഓർക്കുമ്പോൾ അവിടെ നമുക്ക് വേണ്ടി സഹിച്ചതുപോലെ നമുക്കും കഴിയണം. അങ്ങനെ വൈദികൻ്റെ കയ്യിൽ നിന്നും നാം സ്വീകരിക്കുന്ന ഈശോ തന്നെയായ അപ്പം നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു അനുഭൂതി വേറെ ഒരു സന്തോഷത്തിനോ ഒരു പണത്തിനോ നൽകാൻ കഴിയില്ല. അതാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ സന്തോഷം. അതനുഭവിച്ചറിയാൻ നമുക്ക് വിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളാൻ ബലിപീഠത്തിലേക്കാണ്. കുരിശിൽ കീടന്നു ജീവൻ പിരിയുന്നു ഭുവനേകനാഥനീശോ. സൂര്യൻ മറഞ്ഞിരുണ്ടു, നാടെങ്ങും മന്ദകാരം നിറഞ്ഞു. നരികൾക്കുറങ്ങുവാനളയുണ്ടു, പറവയ്ക്കും കൂടുണ്ടു പാർക്കുവാൻ. നരപുത്രനുഴിയിൽ തലയുന്നു ചായ്ക്കുവാൻ ഇടമില്ലൊരിടവും. പുൽക്കൂട് തൊട്ടങ്ങി പുൽകുന്ന ദാരിദ്ര്യം കുരിശോളം കൂട്ടായി